എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ 9 of Wands, Knight of Swords, 2 of Cups, 4 of Cups, 2 of Pentacles and last Page of Swords. Energy connections. ആദ്യം തന്നെ 9 of Wands and 2 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് അടുത്തിടയ്ക്ക് കുറച്ച് പരാധീനത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു വലിയ സ്ഥിതിയിലല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജോലി അടുത്തിടയ്ക്ക് എങ്ങാനും നഷ്ടപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ചുറ്റുപാട് കാര്യങ്ങൾ, അപ്പോൾ കുറച്ചൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് കരകയറുന്ന ഒരു മാസമായിരിക്കും. ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കരകയറാനുള്ളൊരു വഴി ലഭിക്കുന്നതാവാം. അത് പലതരത്തിൽ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ലോൺ ലഭിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏത് കാര്യത്തിലാണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഇത് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കി, അതായത് ഒരു കൺഫ്യൂഷൻ, ഒരു സെൽഫ് ഡൗട്ട് ഉള്ളത് ആ ഒരു കാര്യത്തിലൊരു തീരുമാനമാകുന്നുണ്ട്. അതായത് ഇനി ഇത് വേണോ വേണ്ടയോ, അതോ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ബിസിനസ് ആയിരിക്കും. അപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ഒരു തരത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകണമോ അതോ നിർത്തണോ എന്നൊക്കെ ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ കാരണം ഇത് മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒത്തിരി ആലോചിച്ചെടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. എന്തായാലും ഒരു എൻഡിങ് ഫേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫൈറ്റിൻ്റെ എൻഡിങ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ് സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാധ്യതയെക്കുറിച്ചിട്ട് തന്നെയായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് വിദേശത്തായിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ചില ബുള്ളിങ് സിറ്റുവേഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റു കുട്ടികളുടെ കളിയാക്കലോ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കുക. അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് എടുക്കുന്നത് എപ്പോഴും നിങ്ങളെ ജീവിതത്തിൽ കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലും അവർക്ക് മാനസികമായിട്ടൊരു കോൺഫിഡൻസ് നിലനിർത്താനും ഹെൽപ്പ് ഉണ്ടാവും. ഒന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ഇതിലേക്ക് പോവുക. കാരണം അല്ലാത്ത പക്ഷം അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബുള്ളിങ് ഹറാസ്മെൻറ്റ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഇനി കുട്ടികളിൽ മാത്രമല്ല, പാരൻസ് എന്നല്ല, അഡൾട്ടിലും വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് പ്ലേസ് സിറ്റുവേഷനുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അഭിമുഖീകരിക്കുക, ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ആരോടാന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജോലി ഉള്ള ആളുകളാണ് ഓൾറെഡി എങ്കിൽ ജോലിയോടൊപ്പം തന്നെ ബിസിനസ് ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സൈലൻറ്റ് പാർട്ട്ണറായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് മാത്രം ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ വായുകൊണ്ട് ഇത് ഇങ്ങനെയാവാം, അല്ലെങ്കിൽ ഇത്ര ഇതിൽ നമ്മൾ ലാഭം വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നൊക്കെ ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് സാമ്പത്തികമായിട്ട് തന്നെ ആവണമെന്നില്ല, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സമയമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് കൃത്യമായിട്ട് വയ്ക്കുക. അതൊരു തരം പാർട്ട്ണർഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു തരം
നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് ഏത് തരത്തിലാണെങ്കിലും. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു കോൺട്രാക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇത്ര ശതമാനം ലാഭത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതൊക്കെ ലാഭം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കോൺട്രാക്റ്റിൽ എഴുതുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് കിട്ടേണ്ടതും എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു സുഹൃത്ത് ബന്ധമാണെന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പോവാം ഒഫീഷ്യലായിട്ട് എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തുക, എത്ര അടുത്ത സുഹൃത്താണെങ്കിലും. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് സോട്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. കുറച്ച് അടുത്തിടെയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, കുറച്ച് ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് കൂടുതലായിട്ടൊരു ഫാമിലി മെമ്പറായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം, ഇൻറ്റിമേറ്റ് ഫാമിലി ആയിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ പാരൻസോ സിബ്ലിങ്സോ ആവാം. പക്ഷേ പൊതുവേ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് ആണെങ്കിൽ പ്രത്യേകിച്ച് പാരൻസോ സിബ്ലിങ്സോ ആവുമ്പം അങ്ങനെയുള്ളവർ അത് പോട്ടെ, അത് പാരൻസ് ആകുമ്പോൾ അത് എല്ലാം ഓക്കെയാണ്. എത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യം, എത്രയൊക്കെ പറഞ്ഞാലും പാരൻ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും പാരൻ്റ് ഓക്കെ ആണ് എന്നുള്ളൊരു ഇതാണ്. നിങ്ങളുടെ മാനസിക അവസ്ഥ അത്രയും ഭയങ്കര ഭീകരമാണ് എങ്കിൽ അത് നിങ്ങൾക്കറിയാം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മാറ്റുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി 4 ഓഫ് കപ്സ് എനർജി, ഡിസപ്പോയിൻമെൻറ്റ്സ്, ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ 80% എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി തരുന്നതായിരിക്കും. ഒരു വ്യക്തിയായിരിക്കും, ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കാം. അപ്പം ആ വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് അകത്ത് നിൽക്കുമ്പോൾ ആ ജീവിതത്തിൽ 80% പ്രശ്നങ്ങളാണ് മാറുന്നത്. ബാക്കിയുള്ള 20% നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റിയെടുക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നൈറ്റ് ഓഫ് സോട്സ് ആൻഡ് പേജ് ഓഫ് സോട്സ് എനർജിയാണ്. ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, പുതിയ ആളുകളെ കാണുന്നു, പുതിയ കാര്യങ്ങൾ പരീക്ഷ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. പഴയ ചില ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ മാറ്റിവെക്കുന്നു. അപ്പോൾ പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്, അവരുടെ പല മാനറിസങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി അത് ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാണോ, ഓൾറെഡി തന്നെ നിങ്ങൾക്ക് അത് മുന്നോട്ടേക്ക് വലിയ രീതിയിൽ കൊണ്ടുപോകാതെ സ്ലോ ഡൗൺ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ലൈഫിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ ഇപ്പോൾ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഡയറക്റ്റ്ലി ഒരു ഡോക്ടറേറ്റ് ആ ഒരു ഇതിലേക്ക് പോകാൻ PhD ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പ്രണയവും വിവാഹവും കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണ്. വിവാഹത്തിന് ശ്രമിക്കുന്നവർ, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം വിവാഹത്തിന് ശ്രമിക്കുന്ന ഒരു അറേഞ്ച് മാരേജ് മാട്രിമോണിയൽ വഴിയൊക്കെ നോക്കുന്നു, അതൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രണയ വിവാഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അതൊരിക്കലും സാധ്യമാകില്ല. നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആയിട്ട് മുൻകൈ എടുത്ത് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല, ഒരു സാഹചര്യം അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും. അപ്പോൾ ഈ പറയുന്ന വ്യക്തി നിങ്ങളിലേക്ക് സംസാരിച്ച് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പ്രണയത്തിലേക്ക് ആകാം. നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല, ഓട്ടോമാറ്റിക്കലി സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ അറേഞ്ച് മാരേജ് ആവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, പ്രണയ വിവാഹമായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന ഒരു സമയമാണ്. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചൊരു പൂർവിക ജന്മം അല്ലെങ്കിൽ പിതൃദോഷം അല്ലെങ്കിൽ പിതൃക്കളുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ കർമ്മ ആ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അടുത്തിടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയിൽ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും വഴിപാടുകൾ മരിച്ച ദിവസം എന്നുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും വഴിപാടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് നല്ലതായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതേപോലെ തന്നെ ജനറലി ഈ ഒരു മാസം എന്ന് പറയുന്നത്
പൊതുവേ ഒരു വളരെ പോസിറ്റീവ് എനർജിയാണ് ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളെ മാറ്റുന്നു, പോസിറ്റീവ് സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.